ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. തണുത്ത കാലാവസ്ഥയിൽ ഒരു സ്കൂൾ കെട്ടിടം. ഓരോ ക്ലാസ് മുറികളും ചൂടാക്കിയിരുന്നത് പഴയ രീതിയിലുള്ള കരിയടുപ്പ് കത്തിച്ചാണ്. എല്ലാ ദിവസവും ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് അടുപ്പ് കത്തിക്കേണ്ട ജോലി ഒരു ബാലകനും അവൻ്റെ സഹോദരനും ആയിരുന്നു. നല്ല തണുപ്പുള്ള ഒരു ദിവസം രാവിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂളിലെത്തിയപ്പോൾ കണ്ടത് സ്കൂൾ കത്തിയമരുന്നതാണ്. അടുപ്പിൽ നിന്നും തീ പടർന്നതായിരുന്നു കാരണം. അത് കത്തിച്ച ബാലകനും അവൻ്റെ സഹോദരനും അതിദാരുണമായ പൊള്ളലേറ്റു. ഫോയിഡ് എന്നു പേരുള്ള മൂത്ത സഹോദരൻ പൊള്ളലേറ്റു മരിച്ചു. ഇളയവനായ ഗ്ലെൻ ജീവൻ നഷ്ടപ്പെട്ടവനെ പോലെയായി. ഇനിയവൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു. ബോധം പോലും തെളിഞ്ഞിട്ടില്ല. ഈ രീതിയിൽ ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് വൈദ്യന്മാർ വിധിയെഴുതി. എന്നാൽ അവന് ബോധം വീണു. അതറിഞ്ഞ എല്ലാവർക്കും അത്ഭുതവും ഒപ്പം ആശങ്കയും ഒരുപോലെ വന്നു. ഡോക്ടർ തൻ്റെ അമ്മയോട് സംസാരിക്കുന്നത് അവൻ കേട്ടു. ഇവൻ ജീവിക്കുന്നത് ഒരു മുടന്തനായിട്ടായിരിക്കും. അവൻ്റെ ശരീരത്തിൻ്റെ കീഴ്ഭാഗത്തുള്ള ദശ മുഴുവൻ കരിഞ്ഞു പോയിരിക്കുന്നു. ഈ വാർത്ത അവന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. വീട്ടിൽ വന്നപ്പോൾ മുതൽ അവൻ്റെ അമ്മ അവനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നും കാലുകൾ തടവിക്കൊണ്ട് ജീവൻ വന്നോ എന്ന് നോക്കും. എന്നാൽ എനിക്കിനിയും നടക്കണം, ഓടണം, സ്കൂളിൽ ആദ്യമെത്തണം അവൻ ആഗ്രഹിച്ചു. ഒരിക്കൽ അവൻ്റെ അമ്മ അവനെ വീൽ ചെയറിൽ വീടിന് പുറത്തിറക്കി. മുന്നിലുള്ള മനോഹരമായ പുൽത്തകിടിയിൽ എത്തിയപ്പോൾ അവൻ വീൽചെയറിൽ നിന്നും മെല്ലെ നിലത്തിരുന്നു. ചലനമില്ലാത്ത തൻ്റെ കാലുകൊണ്ടവൻ മെല്ലെ ഇഴയുവാൻ തുടങ്ങി. ഒരു മരത്തിനടുത്തെത്തിയപ്പോൾ അവൻ്റെ ശരീരം ഉയർത്തി അതിൽ പിടിച്ചു നിന്നു. എല്ലാ ദിവസവും ഈ പതിവ് തുടർന്നു. പതുക്കെ ഓരോ ചുവടും എടുത്തു വയ്ക്കുവാൻ തുടങ്ങി. അവൻ പതുക്കെ നടക്കുവാൻ തുടങ്ങി. ഏതു കാലുകൾ അവന് ഭാരമാകുമെന്ന് പറഞ്ഞുവോ അതേ കാലുകൾ കൊണ്ട് അവൻ ഓടുവാൻ തുടങ്ങി. നടന്നും ചാടിയും ഓടിയും അവൻ തൻ്റെ കാലുകളുടെ ഉപയോഗം വീണ്ടെടുത്തു. 12-ാം വയസ്സിൽ ഓട്ടമത്സരങ്ങളിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ഗ്ലെൻ കണ്ണിങ്ഹാം എന്ന ഐതിഹാസിക ഓട്ടക്കാരൻ്റെ ജീവിതമാണിത്. 1936 ഒളിമ്പിക്സിൽ 1500 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കി. ക്യാൻസസിലെ ഉരുക്കു മനുഷ്യൻ എന്നാണ് ലോകം അദ്ദേഹത്തെ വിളിച്ചത്. നമുക്കറിയില്ല എപ്പോഴാണ് അത്യാഹിതങ്ങൾ സംഭവിക്കുന്നതെന്ന്. എന്നാൽ വീഴ്ചയുടെ, താഴ്ചയുടെ, നഷ്ടത്തിൻ്റെ കാരണം എന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെ മേൽ ഒന്നു മനസ്സു വെച്ചാൽ വിജയം ഉറപ്പാണ്. മരിച്ച അനുഭവങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരണം എന്ന് തീരുമാനിച്ചാൽ ദൈവീക മന്ദമാരുതൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്ത് നിനക്ക് ഭാരമായിരുന്നുവോ അത് ഒരനുഗ്രഹമായി തീരും. യെശയ്യാവ് 40:28. യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.